സുഹൃത്തുക്കളെ, ഞാനിന്ന് പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. കാരണം ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ കരുത്ത്, നിങ്ങളുടെ പൗരുഷം, നിങ്ങളുടെ അഭിമാനം. നിങ്ങളുടെ ഭാര്യ പോലും പറയും, മതി, ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന്. ഒരു സാധാരണ മനുഷ്യനെ കുതിരയെപ്പോലെ കരുത്തനാക്കാൻ ഈ ഒറ്റ ഇലയ്ക്ക് കഴിയും. അതെ, ഞാൻ പറയുന്നത് പേരയിലയെക്കുറിച്ചാണ്. ഇതൊരു സാധാരണ ഇലയല്ല, മറിച്ച് പുരുഷന്മാർക്കുള്ള ഒരു വരദാനമാണ്. ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ ആളുകൾ അത്ഭുതപ്പെടും. ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് നേരത്തെ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന് ഭാര്യ ചോദിക്കും. ഇത്രയും വലിയൊരു ഊർജം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മുതിർന്നവർ പറയും. ഇവൻ ശരിക്കും ഒരു പ്രത്യേക മനുഷ്യൻ തന്നെ എന്ന് സമൂഹം പറയും. പക്ഷേ ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? എങ്ങനെയാണ് ഒരു സാധാരണ പേരയില നിങ്ങൾക്ക് അതിരില്ലാത്ത കരുത്തും യൗവനവും ആദരവും നേടിത്തരിക? നിങ്ങളുടെ ശരീരത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഊർജ്ജത്തെ പുറത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ യഥാർത്ഥ പൗരുഷം എങ്ങനെയാണ് ഈ ഇല ഉണർത്തുക? ഇതിനു മുമ്പ് ആരും ഇത്ര വ്യക്തമായും ആഴത്തിലും നിങ്ങളോട് പറയാത്ത ആ രഹസ്യങ്ങളെല്ലാം ഇന്ന് ഞാൻ വെളിപ്പെടുത്തും. ഒരു കാര്യം വ്യക്തമായി കേട്ടോളൂ, ഈ വീഡിയോ നിങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചാൽ സത്യമായും നിങ്ങൾ പിന്നീട് ദുഃഖിക്കും. കാരണം വീഡിയോയുടെ അവസാനം ഞാനൊരു രഹസ്യം വെളിപ്പെടുത്തും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയും, കഷ്ടം, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പേരയിലയുടെ ആ അത്ഭുത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേരയിലയുടെ അത്ഭുത ഗുണങ്ങൾ: പൗരുഷം, ആരോഗ്യം, വാസ്തു. സുഹൃത്തുക്കളെ, പേരയ്ക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവരും അതിന്റെ പഴത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥ നിധി ആ പഴത്തിലല്ല, മറിച്ച് അതിന്റെ ഇലകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നതാണ് സത്യം. കാഴ്ചയിൽ വളരെ സാധാരണമായി തോന്നുന്ന ഈ പച്ച ഇലകൾക്കുള്ളിൽ അപാരമായ ശക്തിയുണ്ട്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഒരാൾ ഇതുപയോഗിച്ചാൽ അവന്റെ ശരീരം, മനസ്സ്, ആത്മാവ് ഈ മൂന്നും അടിമുടി മാറും. ഇന്നത്തെ ഈ സംസാരത്തിൽ നമ്മൾ പേരയിലയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഒരു പുരുഷന് കുതിരയെപ്പോലെയുള്ള കരുത്ത് നൽകുന്നത്? ശരീരത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന രോഗങ്ങളെ ഇതെങ്ങനെ വേരോടെ പിഴുതെറിയുന്നു? ഒരാളുടെ ആദരവും ആത്മവിശ്വാസവും ഇത് എങ്ങനെ വർദ്ധിപ്പിക്കുന്നു? അതുപോലെ വാസ്തുപരമായും മതപരമായും പേരമരവും അതിന്റെ ഇലകളും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നത്? ഒരു പേരയിലയും പൗരുഷവും തമ്മിലുള്ള ബന്ധം, കരുത്തും ഊർജ്ജവുമുള്ള സ്വന്തം കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ പുരുഷൻ എന്നാണ് കാലാകാലങ്ങളായി ഇന്ത്യയിൽ വിശ്വസിച്ചുവരുന്നത്. ഒരു പുരുഷന്റെ കരുത്ത് അവന്റെ ശരീരത്തിൽ മാത്രമല്ല, അവന്റെ പൗരുഷത്തിലാണ്. ഈ കാര്യത്തിൽ പേരയില ഒരു അനുഗ്രഹം തന്നെയാണ്. ഇത് ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്നു. രക്തം ശുദ്ധമാകുമ്പോൾ ശരീരത്തിൽ പുതിയ ഊർജ്ജമുണ്ടാകുന്നു. ആ ഊർജ്ജം ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഉണർത്തുന്നു. അങ്ങനെ അവയവങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ ഒരു പുരുഷന്റെ യഥാർത്ഥ ഊർജ്ജവും ശക്തിയും പൂർണ്ണമായി പുറത്തുവരുന്നു. തുടർച്ചയായി 21 ദിവസം ഒരാൾ പേരയില കഴിച്ചാൽ അവന്റെ ശരീരം ഉള്ളിൽ നിന്ന് എത്രത്തോളം കരുത്തുറ്റതാകുമെന്നാൽ അവൻ തന്നെ പറയും, ഇപ്പോൾ ഞാൻ പഴയ ആ മനുഷ്യനല്ല എന്ന്. ശരീരത്തിന് കുതിരയുടെ കരുത്ത് നൽകുന്ന ഇല, പേരയില, ശരീരത്തിലെ ഞരമ്പുകൾക്ക് ശക്തി നൽകുന്നു. ഞരമ്പുകളിലൂടെ രക്തം ശരിയായ രീതിയിൽ ഓടാൻ തുടങ്ങുമ്പോൾ പുരുഷന്റെ ശരീരം ഒരു കുതിരയെപ്പോലെ ശക്തമാകുന്നു. ആവേശം വർദ്ധിക്കുന്നു. മടിയില്ലാതാകുന്നു. ക്ഷീണം പറന്നകലുന്നു. ഒപ്പം രാത്രിയിലെ ഉറക്കം ആഴത്തിലുള്ളതും ശാന്തവുമാകുന്നു. പലരും പറയാറുണ്ട്, മരുന്ന് കഴിച്ചിട്ടും ഒരു ഫലവുമില്ല എന്ന്. സത്യത്തിൽ മരുന്നുകൾ രോഗത്തെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ പേരയില ശരീരത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ ബലപ്പെടുത്തുന്നു. അടിത്തറ ശക്തമായാൽ പിന്നെ ആ മനുഷ്യന്റെ ശരീരം ഒരു കുതിരയേക്കാൾ ഒട്ടും പിന്നിലായിരിക്കില്ല. പേരയിലയും ദഹനശേഷിയും. പുരുഷന്റെ കരുത്തിന്റെ ആദ്യത്തെ അടിസ്ഥാനം അവൻ കഴിക്കുന്ന ഭക്ഷണമാണ്. ഭക്ഷണം ശരിയായി ദഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര പാൽ കുടിച്ചാലും മരുന്ന് കഴിച്ചാലും ഫലമുണ്ടാകില്ല. പേരയില ദഹനത്തെ എത്രത്തോളം ശക്തമാക്കുന്നുവെന്നാൽ നിങ്ങൾ ഇരുമ്പുപോലെ കട്ടിയുള്ള എന്തു കഴിച്ചാലും ശരീരം അതിനെ ഊർജ്ജമാക്കി മാറ്റും. വയറ്റിൽ ഗ്യാസ് ഉണ്ടാകില്ല. മലബന്ധം വേരോടെ മാറും. നന്നായി വിശക്കും. കഴിക്കുന്നതെന്തും ശരീരത്തിന് കരുത്തായി മാറും. പേരയിലയുടെ സ്വാധീനം തലച്ചോറിൽ. ഒരു പുരുഷന്റെ യഥാർത്ഥ കരുത്ത് അവന്റെ ശരീരത്തിൽ മാത്രമല്ല, അവന്റെ തലച്ചോറിൽ കൂടിയാണ്. തലച്ചോറ് ക്ഷീണിച്ചിരിക്കുകയോ സമ്മർദ്ദം നിറഞ്ഞിരിക്കുകയോ ബലഹീനത അനുഭവപ്പെടുകയോ ചെയ്താൽ ശരീരത്തിന്റെ ഊർജ്ജം തനിയെ കുറയും. പേരയില തലച്ചോറിന് തണുപ്പ് നൽകുന്നു. ഇത് ഉത്കണ്ഠയും സമ്മർദ്ദവും ഇല്ലാതാക്കുന്നു. ഉറക്കം മെച്ചപ്പെടുത്തുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തലച്ചോറ് ശാന്തമാകുമ്പോൾ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നു. പേരയിലയും പുരുഷരോഗങ്ങളും. പേരുപറയാൻ പോലും നാണക്കേട് തോന്നുന്ന പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പുരുഷന്മാരുണ്ട്. ക്ഷീണം, ഉത്തേജനക്കുറവ്, പെട്ടെന്ന് തളർന്നുപോകുക, ഊർജ്ജം നഷ്ടപ്പെടുക എന്നിവയെല്ലാം സാധാരണ പ്രശ്നങ്ങളാണ്. ഇതിനെല്ലാമുള്ള ഒറ്റമൂലിയാണ് പേരയില. ഇത് ഞരമ്പുകളെ ബലപ്പെടുത്തുന്നു. ശരീരത്തിൽ പുതിയ രക്തമുണ്ടാക്കുകയും ക്ഷീണം വേരോടെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ദിവസവും രാവിലെ വെറും വയറ്റിൽ 5 പുതിയ പേരയിലകൾ ചവച്ചരച്ച് കഴിക്കുന്നവന്റെ ശരീരത്തിലുണ്ടാകുന്ന കരുത്ത്
അവന്റെ ആത്മവിശ്വാസത്തെ വാനോളമുയർത്തും. പേരയിലയും വാസ്തുവും പേരമരം ആരോഗ്യത്തിനു മാത്രമല്ല വീടിന്റെ വാസ്തുവിനും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വീടിന്റെ മുറ്റത്ത് ഒരു പേരമരമുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല. ദേവീദേവന്മാർക്ക് പവിത്രമായതുകൊണ്ട് പേരയിലകൾ പൂജയ്ക്കും ഉപയോഗിക്കുന്നു. വീട്ടിൽ പേരയില സൂക്ഷിച്ചാൽ നെഗറ്റീവ് ഊർജം അകലുമെന്നും പറയപ്പെടുന്നു. പേരയില കഴിക്കേണ്ട ശരിയായ സമയം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? വെറുതെ ഇല ചവച്ചാൽ മാത്രം പോരാ, ഇതിന്റെ ശരിയായ സമയവും രീതിയും അറിഞ്ഞിരിക്കണം. എപ്പോൾ കഴിക്കണം? രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ്, വെറും വയറ്റിൽ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ്. എങ്ങനെ കഴിക്കണം? 5 മുതൽ 7 വരെ പുതിയ ഇലകൾ പറിച്ച് നന്നായി കഴുകി നേരിട്ട് ചവച്ചരച്ച് കഴിക്കുക. വേണമെങ്കിൽ ചെറുതായി ചതച്ച് ഇളം ചൂടുവെള്ളത്തിലിട്ടും കുടിക്കാം. മറ്റൊരു വഴി ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നതാണ്. എത്രത്തോളം കഴിക്കണം? ഒരു ദിവസം 5 മുതൽ 7 ഇലകൾ വരെ മതി. അമിതമായി കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിന്റെ ഫലം പതുക്കെ വളരെ ആഴത്തിലാണ് സംഭവിക്കുന്നത്. പേരയിലയും പുരുഷന്റെ ആത്മവിശ്വാസവും ഒരു മനുഷ്യന്റെ ഉള്ളിൽ കരുത്തുണ്ടാകുമ്പോൾ അവന്റെ നടത്തം, സംസാരം, ജോലി ചെയ്യൽ എന്നിവയെല്ലാം മാറുന്നു. പേരയില ശരീരത്തിന് മാത്രമല്ല ആത്മവിശ്വാസത്തിനും ഒരു പുതിയ ജന്മം നൽകുന്നു. സ്ത്രീകൾ പറയും, ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന്. സമൂഹം പറയും, ഇവൻ വ്യത്യസ്തനാണ് എന്ന്. അവൻ തന്നെ മനസ്സിലാക്കും, ഇപ്പോൾ ഞാൻ പഴയതിനേക്കാൾ വളരെ ശക്തനാണ് എന്ന്. പേരയിലയും ദീർഘായുസ്സും. ദിവസവും പേരയില ഉപയോഗിക്കുന്നവർക്ക് ദീർഘായുസ് ലഭിക്കുന്നു. കാരണം ഈ ഇല ശരീരത്തിന് എല്ലാ രോഗങ്ങളോടും പോരാടാനുള്ള ശക്തി നൽകുന്നു. ഷുഗർ നിയന്ത്രിക്കുന്നു. ഹൃദയമിടിപ്പ് കൃത്യമാക്കുന്നു. രക്തം ശുദ്ധീകരിച്ച് ശരീരത്തെ ചെറുപ്പമായി നിലനിർത്തുന്നു. ഓർക്കുക, പേരയില കരുത്തിന്റെ ഒരു നിധിയാണ്. എന്നാൽ അതിനർത്ഥം ആർക്കും ഇത് അമിതമായി കഴിക്കാമെന്നല്ല. ഗർഭിണികൾ ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഇത് കഴിക്കരുത്. അൾസർ ഉള്ളവർ കൂടുതലായി കഴിക്കരുത്. കുട്ടികൾക്ക് എപ്പോഴും കുറഞ്ഞ അളവിൽ മാത്രമേ നൽകാവൂ. ആയുർവേദത്തിൽ പേരയിലയുടെ രഹസ്യം. ആയുർവേദത്തിൽ ഇതിനെ അമൃതതുല്യമായ ഇല എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് ശരീരത്തിന് മാത്രമല്ല ആത്മാവിന് വരെ ഉന്മേഷം നൽകുന്നു. ഇത് വീര്യത്തെ സംരക്ഷിക്കുന്ന ഇലയാണെന്ന് ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. വീര്യമാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്. സ്വന്തം വീര്യത്തെ സംരക്ഷിക്കുന്നവനാണ് ജീവിതത്തിൽ ഉന്നതനാകുന്നത്. പേരയില വീര്യത്തെ ശക്തിപ്പെടുത്തുന്നു. അതിനെ കൂടുതൽ കട്ടിയുള്ളതും കരുത്തുറ്റതുമാക്കുന്നു. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് വിവാഹത്തിനു മുമ്പ് ചെറുപ്പക്കാർക്ക് പേരയിലകൾ നിർബന്ധമായും നൽകിയിരുന്നത്. വൈവാഹിക സുഖത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം തന്റെ ഭാര്യ എപ്പോഴും സന്തോഷവതിയായിരിക്കണമെന്ന് ഏതൊരു പുരുഷനും ആഗ്രഹിക്കും. എന്നാൽ ശരീരം തളരാൻ തുടങ്ങുകയും കരുത്ത് കുറയുകയും ചെയ്യുമ്പോൾ വീട്ടിനുള്ളിലെ സമാധാനം നഷ്ടപ്പെടുന്നു. പേരയില ദാമ്പത്യജീവിതത്തിൽ പുതിയ ജീവൻ നൽകുന്നു. ഇത് ശരീരത്തെ ഉള്ളിൽ നിന്ന് എത്രത്തോളം ശക്തമാക്കുന്നു. എന്നാൽ ഓരോ ദിവസവും ഭർത്താവിന് ഭാര്യയെ പൂർണ്ണമായി സംതൃപ്തിയാക്കാൻ കഴിയും. നിങ്ങളെപ്പോലൊരു ഭർത്താവിനെ എനിക്ക് നേരത്തെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ആ സ്ത്രീ ചോദിക്കും. ഓർക്കുക സഹോദര, പണം, സ്വർണം, വണ്ടി എന്നിവയെല്ലാം പിന്നിലാണ്. ഒരു പുരുഷന് തന്റെ ഭാര്യയെ സംതൃപ്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് കാര്യം? പേരയില ഈ കാര്യം തന്നെ ചെയ്യുന്നു. ഇത് പുരുഷന് കുതിരയെപ്പോലെയുള്ള കരുത്തും ഭാര്യയ്ക്ക് പരിപൂർണ സംതൃപ്തിയും നൽകുന്നു. രഹസ്യരോഗങ്ങൾക്കുള്ള ചികിത്സ. ഉള്ളിന്റെ ഉള്ളിൽ സങ്കടപ്പെടുന്ന പല പുരുഷന്മാരുമുണ്ട്. പെട്ടെന്ന് ക്ഷീണിക്കുക, ബലഹീനത, രാത്രിയിലെ ഭയം, ശരീരത്തിന്റെ തളർച്ച. പക്ഷേ സമൂഹത്തെ ഭയന്ന് ആരോടും പറയില്ല. ഈ ഇല രഹസ്യരോഗങ്ങളിൽ അത്ഭുതം കാണിക്കുന്നു. ഇത് ഞരമ്പുകളെ ശക്തിപ്പെടുത്തുകയും ഊർജം തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. ദിവസവും രാവിലെയും രാത്രിയും പേരയില തിളപ്പിച്ച് വെള്ളം കുടിക്കുന്ന മനുഷ്യൻ തന്റെ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പതുക്കെ അപ്രത്യക്ഷമാകുന്നത് സ്വയം കാണും. വാസ്തുവും താന്ത്രിക പ്രാധാന്യവും. പേരയില ശരീരത്തിനു മാത്രമല്ല വീടിനും ഒരു അനുഗ്രഹമാണ്. വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിൽ പേരയില വെച്ചാൽ നെഗറ്റീവ് ഊർജം അകന്നുപോകും. ദാമ്പത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. ദുരാത്മാക്കളെ അകറ്റാൻ താന്ത്രിക കർമ്മങ്ങളിൽ ഇതുപയോഗിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ കൂടുകയാണെങ്കിൽ ഇരുവരും ചേർന്ന് ഒരു പേരയില ഗംഗാജലത്തിൽ മുക്കി അവരുടെ മുറിയിൽ സൂക്ഷിച്ചാൽ വഴക്കുകൾ വേരോടെ അവസാനിക്കുമെന്ന് പറയപ്പെടുന്നു. ഇലയ്ക്കൊപ്പം എന്ത് ചേർത്ത് കഴിച്ചാൽ ഫലം ഇരട്ടിയാകും. പലർക്കും അറിയാത്ത വലിയൊരു രഹസ്യമാണിത്. പേരയില ഒറ്റയ്ക്ക് കഴിച്ചാലും ഫലമുണ്ട്. എന്നാൽ ചില സാധനങ്ങളോടൊപ്പം ചേർത്താൽ ഇരട്ടി ഗുണം ലഭിക്കും. തേനിനൊപ്പം പേരയില അരച്ച് അതിൽ തേൻ ചേർത്ത് കഴിക്കുക. വീര്യം എത്രത്തോളം ശക്തമാകുമെന്നാൽ ശരീരം ഇരുമ്പുപോലെയാകും. പാലിനൊപ്പം രാത്രിയിൽ പാലിൽ ഇലയിട്ട് തിളപ്പിച്ചു കുടിക്കുക. നല്ല ഉറക്കവും കിട്ടും, കരുത്തും ഇരട്ടിയാകും. തുളസിക്കൊപ്പം തുളസിയും പേരയിലയും ഒന്നിച്ച് ചവച്ചാൽ ഞരമ്പുകളിൽ അഗ്നി പടരുന്നതുപോലെ തോന്നും. എത്ര ദിവസം കഴിക്കണം? 1-2 ദിവസം കൊണ്ട് മാജിക് സംഭവിക്കുമെന്ന് പലരും കരുതുന്നു. എന്നാൽ സഹോദര, ഇതൊരു മാജിക്കല്ല, പ്രകൃതിയുടെ ഔഷധമാണ്. ഇതിന്റെ ഫലം പതുക്കെ ആഴത്തിലാണ് ഉണ്ടാകുന്നത്.
7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടും. 21 ദിവസം കൊണ്ട് ശരീരം പുതിയതായി തോന്നും. 40 ദിവസം കഴിയുമ്പോൾ മനുഷ്യൻ തന്നെ പറയും, ഇപ്പോൾ ഞാൻ ആ പഴയ മനുഷ്യനല്ല എന്ന്. ആർക്കൊക്കെ പാടില്ല? ഈ ഇല എല്ലാവർക്കുമുള്ളതല്ല. ഗർഭിണികൾ, വളരെ ചെറിയ കുട്ടികൾ, വയറ്റിൽ അൾസറുള്ളവർ എന്നിവർ വൈദ്യോപദേശമില്ലാതെ ഇത് കഴിക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ പുരുഷന്മാർക്കും ഇതൊരു വരദാനമാണ്. യഥാർത്ഥ സ്ഫോടനം. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ കീഴടങ്ങുന്നത്? സഹോദര, ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ പുരുഷന്റെ കാൽക്കീഴിൽ നിൽക്കുന്നത്? ഒരു സ്ത്രീക്ക് പണം, സ്നേഹം, ബഹുമാനം എന്നിവയെല്ലാം വേണം. എന്നാൽ അവൾക്ക് ആദ്യം വേണ്ടത് കരുത്തനായ ഒരു പുരുഷനെയാണ്. പുരുഷന്റെ ശരീരം കുതിരയെപ്പോലെ ശക്തമായിരിക്കുമ്പോൾ, അവന്റെ ഊർജ്ജവും കരുത്തും കാണുമ്പോൾ ആ സ്ത്രീ തന്നെ പറയും, ഇതുപോലൊരു ഭർത്താവിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ നൽകുമെന്ന്. പേരയില ആ കരുത്താണ് നൽകുന്നത്. ഇത് ഒരു മനുഷ്യനെ കുതിരയെപ്പോലെ മാത്രമല്ല, ഒരു സിംഹത്തെപ്പോലെയാക്കുന്നു. ഇനി എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയിപ്പിക്കുന്ന ആകർഷണം ഇത് അവളിലുണ്ടാക്കുന്നു. സഹോദര, അവസാനമായി ഒന്ന് കേട്ടോളൂ. പേരയില കരുത്ത് മാത്രമല്ല നൽകുന്നത്, ഇത് ഒരു പുരുഷന്റെ അഭിമാനവും തിരികെ നൽകുന്നു. സ്വന്തം ഭാര്യ സന്തോഷവതിയാകുമ്പോൾ, വീട്ടിലെ കലഹങ്ങൾ അവസാനിക്കുമ്പോൾ, സമൂഹം പറയുമ്പോൾ ഇവൻ വ്യത്യസ്തനാണ് എന്ന്, അവിടെയാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. സഹോദര, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ജീവനുതുല്യം സ്നേഹിക്കണമെന്നും നിങ്ങളെ കണ്ടാൽ കുതിരയെപ്പോലെ കരുത്തനാണെന്ന് ആളുകൾ പറയണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേരയില ജീവിതത്തിൽ ഉപയോഗിച്ചു തുടങ്ങുക. ഓർക്കുക, പണമാർക്കും സമ്പാദിക്കാം, എന്നാൽ യഥാർത്ഥ പുരുഷൻ തന്റെ ഭാര്യയെ സംതൃപ്തിയാക്കാൻ കഴിയുന്നവനാണ്. ഈ ഇല നിങ്ങൾക്ക് ആ കരുത്ത് നൽകും. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങൾ തന്നെ പറയും, കഷ്ടം, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്ന്. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ പേരയിലയുടെ യഥാർത്ഥ രഹസ്യം മനസ്സിലാക്കി. ഈ ഇല സാധാരണ കാര്യമല്ല. ഇത് പുരുഷനെ കുതിരയാക്കുന്നു, ശരീരത്തിൽ ശക്തി നിറയ്ക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കാൻ സ്ത്രീയെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഓർക്കുക, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അറിവ് പൂർണ്ണമാകുന്നത്. ഇന്ന് കേട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ആരോഗ്യം മാത്രമല്ല, ബന്ധങ്ങളിലും സമൂഹത്തിലുമുള്ള ആദരവും നിങ്ങളുടെ കൈപ്പിടിയിലാകും. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ രഹസ്യങ്ങളും യഥാർത്ഥ നയങ്ങളും ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു വലിയ രഹസ്യം വെളിപ്പെടുത്തും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, കഷ്ടം, ഇതെനിക്ക് നേരത്തെ എന്തുകൊണ്ട് അറിഞ്ഞുകൂടായിരുന്നു എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അടുത്ത നയം നഷ്ടപ്പെടാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അല്ലെങ്കിൽ ഈ യഥാർത്ഥ രഹസ്യങ്ങൾ മറ്റാരെങ്കിലും കൊണ്ടുപോകും. നിങ്ങൾ വെറും കൈയോടെ നിൽക്കേണ്ടിവരും. കൂടുതൽ ആഴത്തിലുള്ള സത്യങ്ങളുമായി, അപകടകരമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ചാണക്യനീതി.